ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾ പുലർച്ചെ 4 മണിക്ക് തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോമ്പ് കഴിഞ്ഞതിന് ശേഷം ഈ സമയമൊന്നും അങ്ങനെ കാണാറില്ല കേട്ടോ. അല്ല, സാധാരണ നമ്മൾ നോമ്പിനാണല്ലോ ഈ ടൈമിലൊക്കെ എണീറ്റ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. സായും ടീമും ഇന്ന് ഫിഷിങ്ങിന് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നത്. ഞാൻ എണീറ്റപ്പോഴേക്കും ആള് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ തലേ ദിവസം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തോണ്ടാണ് സായി പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ബോട്ടിൽ നിന്ന് എന്തോ ഫുഡ് കിട്ടും എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എണീറ്റപ്പോഴേക്കും സുബൈ ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എൻ്റെ നിസ്കാരവും കഴിഞ്ഞ് പിന്നെ ഞാൻ രാവിലെ എണീക്കുമ്പോൾ തന്നെ എന്തെങ്കിലും വാം വാട്ടർ കുടിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ജീരക വെള്ളമായിരുന്നു. പിന്നെ അതൊക്കെ കുടിച്ചതിന് ശേഷം ഞാൻ ഒന്നും കൂടെ കടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്ര നേരത്തെ എണീറ്റിട്ട് എനിക്കൊന്നും ചെയ്യാനില്ലല്ലോ. പിന്നെ ഞാൻ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ തന്നെ ആളെത്തി. പോയ ആൾക്ക് എന്താ കിട്ടിയേ? അമൂർ കിട്ടി. വേറെന്താ വളർത്തി പോയി ചാടി എന്നൊക്കെ പറഞ്ഞു. അതെന്താ? നോക്കട്ടെ, ഫിഷ് നോക്കട്ടെ. അങ്ങനെ സായി മീൻ പിടിക്കാൻ പോയിട്ട് ഒരു മീൻ കൊടുത്തത്. ഇതിന് കടീന്ന് വാങ്ങിച്ചോന്നല്ലോ. നല്ല വലിയ മീനല്ലേ. സായിന്റെ ഓഫീസിലെ ടീമുമാണ് ഫിഷിങ്ങിന് പോയിണ്ടായിരുന്നത്. അവർ 8-9 പേര് പോയിട്ട് ആകെ കിട്ടിയത് ഈ ഒരൊറ്റ ഫിഷാട്ടോ. അതും സായി പറയുന്നത് സായിക്ക് കിട്ടിയ ഫിഷാണെന്നാണ്. എന്തായാലും നമുക്ക് അവർ ഫിഷിങ്ങിന് പോയ കുറച്ച് വീഡിയോസ് ഒന്ന് കണ്ടുവരാം. വീടെടുത്ത് മീൻ പിടിക്കാൻ പോണ സീനാണിത്. മറീനയിലൂടെ മീൻ പിടിക്കാൻ പോണ. ഡ്രൈവർ ഞാൻ തന്നെ. സീന് ബോട്ട് മജ്ലിസ് സെറ്റപ്പ് ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സെറ്റ് ഇവിടെ ഈശ്വരത്തിനകത്ത് chef Khalid Bhai, and this is our guy Rizmi. This is the road and everything. We'll go this side, we'll walk this side. Front view ang kanisarang. Chikkamarakku oda thrill adichirikkunnu. This is ഇവരുടെ ഒരു കോമഡി എന്താന്ന് വെച്ചാൽ ഇവര് ഫിഷിങ്ങിനാണ് പോയിട്ടുണ്ടായിരുന്നത്. ഫിഷിങ്ങിന് പോകുമ്പോൾ അത്യാവശ്യം ഈ ഒരു ബോട്ടിലല്ല നമ്മൾ പോകേണ്ടത്. കുറച്ചും കൂടെ സ്പീഡ് ബോട്ട് എടുത്തിട്ട് കുറച്ച് കടലിന്റെ നടുവിലൊക്കെ പോയിട്ടാണ് ഫിഷിങ് ചെയ്യേണ്ടത്. പക്ഷേ ഇവരവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് അവർക്ക് നൈസായിട്ട് പണിവാളി ആരോ പറ്റിച്ചതാണ് അവരെ. അവര് ടൂറിസ്റ്റൊക്കെ പോണ ആ ടൈപ്പ് യാട്ടിലാണ് അവർ പോയിട്ടുണ്ടായിരുന്നത്. എന്തായാലും പോയത് അവർ എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് പോന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാട്ടോ അവർക്ക് ഫിഷ് കിട്ടാനത്.
ഇതുപോലെ സായിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ മുൻപ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അവർക്ക് ഒത്തിരി ഫിഷ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് ഇതുപോലെ രാവിലെ നേരത്തെ എണീറ്റ് അവർ കുറച്ചും കൂടെ നടുക്കടലിലാണ് പോയത് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കിട്ടിയ ഫിഷും എടുത്ത് നേരെ നമ്മൾ ഫിഷ് മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ക്ലീൻ ചെയ്യാൻ കുറച്ച് മുഷ്കിലാണ്. പിന്നെ അത് മാത്രമല്ല എൻ്റെ അടുത്ത് നല്ല കത്തി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ ഫിഷ് മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടുന്ന് പിന്നെ നമ്മളങ്ങനെ കുറച്ച് പ്രോൺസും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അമൂർ അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് എനിക്ക് പ്രോൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. പറയൂ സായി, ഇന്ന് ഫിഷ് ആക്കാൻ പോയ അനുഭവം പറയൂ. ഫിഷ് പിടിക്കാൻ പോയി, എനിക്ക് മാത്രം കിട്ടി. കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞു പറയാ. ഫൈനലി സായി കൊണ്ടുവന്ന ഹമൂറും പിന്നെ ഫിഷ് മാർക്കറ്റിൽ നിന്ന് മേടിച്ച പ്രോൺസും ഒക്കെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് അങ്ങനെ അതൊക്കെ എടുത്ത് നമ്മളങ്ങനെ ബാക്ക് ടു റൂം. അങ്ങനെ നമ്മൾ റൂമിലെത്തി. ഇനി എൻ്റെ കലാപരിപാടികൾ. സായിക്ക് ഇനി കുറച്ച് നേരം റെസ്റ്റ്. അങ്ങനെ സായി നേരത്തെ എണീറ്റ് പോയതുകൊണ്ട് തന്നെ ഉറക്കമൊന്നും ശരിയാവാത്തതുകൊണ്ട് ആൾ വീണ്ടും പോയി കിടന്നുറങ്ങി. ഞാൻ എൻ്റെ കലാപരിപാടികളുമായി മുന്നോട്ട്. അങ്ങനെ സായി കൊണ്ടുവന്ന ഫിഷ് ഓൾമോസ്റ്റ് 1.5 kg ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് ഞാൻ കറിയാക്കി, ബാക്കി ഞാൻ ഫ്രൈ ചെയ്യുകയും ചെയ്തു. സാധാരണ അമൂർ ഗ്രില്ല് ചെയ്ത് കഴിക്കാനാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. ഇവിടെയുള്ള ഗ്യാസ് ഓവനിൽ വെച്ചിട്ട് ഞാൻ മുന്നേ സീ ബ്രീം ഇതുപോലെ ഗ്രില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊത്തിരി ടൈം എടുത്തിട്ടുണ്ടായിരുന്നു അത് കുക്കായി വരാൻ. പിന്നെ പോരാത്തിന് ഈ സ്റ്റൗ മൊത്തത്തിൽ ഭയങ്കര ഹീറ്റായതുകൊണ്ട് തന്നെ എനിക്കത് വീണ്ടും അങ്ങനെ ചെയ്യാൻ ഭയങ്കര പേടിയാട്ടോ. പിന്നെ ഈ ഫിഷ് അത്യാവശ്യം വലിയൊരു ഫിഷായിരുന്നു. പിന്നെ അതുമാത്രമല്ല ആകെ പാവം പോയിട്ട് ഒറ്റ ഫിഷല്ലേ കിട്ടിയിട്ടുള്ളത്. അത് ചുമ്മാ കൊളാക്കണ്ട വിചാരിച്ചിട്ട് ഞാൻ നൈസായിട്ട് കറി വെച്ചിട്ടോ. നമുക്കറിയുന്ന പണി ചെയ്യല്ലേ നല്ലത്. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഈവനിങ് നമ്മളിതുപോലെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ഇത് അൽക്കൂസിലുള്ള SMK ഹോളി സ്മോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആട്ടോ. സായി മുൻപും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇവിടെ ഒന്ന് പോയി നോക്കണം എന്നുള്ളത്. പക്ഷെ നമ്മൾ ഇതുവരെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ആദ്യമായിട്ടാട്ടോ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിന് ഈ ഔട്ട് സൈഡൊക്കെ കണ്ടപ്പോൾ അത്ര ഒരു എന്താ പറയുക സുഖം തോന്നിയിരുന്നില്ല കേട്ടോ. പക്ഷെ അകത്ത് കയറി നോക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇത്രയും ആൾക്കാർ ഇതിൻ്റെ അകത്തുണ്ടോയെന്ന് നമുക്ക് അറിയൂല. കാരണം പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മൾ ആരും കാണുന്നില്ല. പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റീൽസോ ഇതിൻ്റെ മെനു ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ പോയി നോക്കിയതാട്ടോ. സംഭവം അടിപൊളിയായിരുന്നു. എന്താ പറയുക, നല്ല വിൻറ്റേജ് ലുക്കിലാണ് അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. പിന്നെ അതിലേറായിരുന്നു അവിടുത്തെ ഓരോ ഐറ്റം, നല്ല ടേസ്റ്റായിരുന്നു. ഐറ്റംസ് എത്തിയിട്ടുണ്ട്. സൈ, ഓക്കെ, വാട്ട് ഡിഡ് യു ഓർഡർ? Okay, you ordered 3 items. This is brisket slice. Brisket slice. This is mac and brisket. Mac and brisket. Okay. Then. And this is fast kind of burger. fast cream jam burger. Yeah. Okay. Okay, kalas. തായി കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ബീഫ് ബ്രിസ്ക്കറ്റ് ഉണ്ടല്ലോ, അത് 48 hours മാഗ്നേറ്റ് ചെയ്ത് 10 to 60 hours എടുത്ത് സ്ലോ കുക്ക് ചെയ്ത മീറ്റാട്ടോ. ഇതിന് ഒരു റോ ടേസ്റ്റ് ആണുള്ളത്. ഇത് വുഡ്സ് ബേൺ ചെയ്ത് കുക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഒരു സ്മോക്കി ഫീലും കൂടെ കിട്ടും. ബീഫ് ഇഷ്ടപ്പെടുന്നവരൊക്കെ മസ്റ്റായിട്ടും വന്ന് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ആട്ടോ. കിട്ടില്ല ടേസ്റ്റാണ്. പിന്നെ ഇങ്ങനെ റോ അല്ലാണ്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ ബാർബിക്യൂ സോസ് യൂസ് ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ, ടേസ്റ്റ് വേറെ ലെവലായിട്ടോ.
പിന്നെ എടുത്ത് പറയേണ്ട ഒരു ഐറ്റമാണ് ഇവിടുത്തെ ബർഗർ. ഞാനൊന്നും അത്ര എൻജോയ് ചെയ്ത് കഴിക്കുന്ന ഒരു സാധനമല്ല ബർഗർ. ബർഗർ ഇഷ്ടമില്ലാത്തവർ വരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആട്ടോ. ഇവിടെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് ബർഗറിലാണെങ്കിലും ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. പോരാത്തിന് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ദുബായ് ഹിൽസ് മാളിലോട്ടാണ് പോയത്. ഇവിടെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ എൻട്രൻസ് ഏത് സൈഡാണെന്ന് അറിയാതെ നമ്മൾ കുറേ സ്റ്റെയർ കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഫൈനലി നമ്മളങ്ങനെ മാൾ എൻട്രൻസ് ഒക്കെ കണ്ട് അതിൻ്റെ അകത്തോട്ട് കയറി പിന്നെ അങ്ങനെ കുറച്ച് നേരം മാള് എക്സ്പ്ലോർ ചെയ്തു. ഇപ്പോൾ മെയിൻ പരിപാടി നമ്മളിതുപോലെ മാളുകളിൽ കൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ടോയ്സിൻ്റെ ഏരിയ ഉണ്ടെങ്കിൽ അവിടെ കയറുക, അവിടുന്ന് ഹോട്ട് വീൽസ് നോക്കുക. സായിൻ്റെ നെഫ്യൂസ് എപ്പോൾ വിളിക്കുമ്പോഴും അവർ പറയാറുണ്ട് ഇങ്ങനെ ഹോട്ട് വീൽസ്. അപ്പോൾ അത് കളക്ഷൻ എവിടെയെങ്കിലും അവന് കുറച്ച് കാറുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഓരോ മാളിലും കയറുമ്പോൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.